ഹലോ, ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഉത്സവമാണ് കേട്ടോ. വീട്ടിലല്ല, അമ്പലത്തില്. അപ്പൊ ഞാൻ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കാണ്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്റെ മുടിയൊക്കെ കെട്ടിയാൽ മാത്രം മതി. അങ്കു റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. അമ്പലത്തിലല്ല, ആദ്യം ഞാൻ ആശാന്റെ വീട്ടിലാണ് പോകുന്നത്. അമ്പലത്തിൽ കയറുന്നില്ല. അത് വേറെ ഒന്നും കേട്ടോ. ഇന്ന് കയറുന്നില്ല, നാളെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് കെട്ടിയാഴ്ച മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് കണ്ടിട്ട് അടിപൊളിയായി തിരിച്ചിടാം. ഞാൻ എന്തൊക്കെ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കൃഷ്ണാമ്പത്തി ഉത്സവമാണ്, അടിപൊളിയായിട്ട് നമുക്ക് പോയി സെലിബ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്റെ ഫൈനൽ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഒരുക്കം. പക്ഷെ ഇപ്പൊ അമ്പലത്തിൽ ചേർന്ന ഓരോരുത്തർ ഒരുക്കി വരുന്ന കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്ത് രസമാണ് എന്ന് തോന്നിപ്പോകും. പക്ഷെ എനിക്ക് അങ്ങനെ ഒത്തിരി ഒരുക്കമൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് പിന്നെ എന്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞെ കൈ കഴിഞ്ഞാൽ നമ്മൾ ഇനി പുറകോട്ട് മാറി കൊടുക്കണം. ഇനിയിപ്പം കുറെ കൊച്ചുകുട്ടികൾ അവർ കൂട്ടി കിടന്നു വരട്ടെ. അപ്പൊ ആകുന്നില്ല. അപ്പൊ നമുക്ക് പോയിട്ട് തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫൈനലി രാജേട്ടൻ്റെ വീടിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിയേക്കാണ്. അങ്ങനെ രാജേട്ടൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് അമ്മയും വിളിച്ച് ഞാനും അങ്ങോട്ടും കൂടെ റോഡിലും ഇങ്ങനെ നടന്നു വരും കേട്ടോ. റോഡിൻ്റെ ഇരു സൈഡിലും കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ എന്തുമാത്രം പിന്നെ കച്ചവടമാണെന്നറിയാമോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായി തീർന്നിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിൽ വന്നു. അവിടെ നല്ല ചെണ്ടമേളൊക്കെ കുറച്ച് നേരം കണക്ക് നിന്ന് കേട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ ചെണ്ടമേളൊക്കെ. അന്ന് തന്നെ അതിൻ്റെ ശബ്ദക്കാർ ചെവി പൊത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിഞ്ഞിട്ട് നേരെ അമ്പലത്തിനകത്ത് കയറി. അമ്പലത്തിലും കയറി കുറച്ച് നേരം നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. അങ്കുട്ടിന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ. അങ്കുട്ടിന് സ്ട്രോബെറി ഐസ്ക്രീമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അങ്കുട്ടിന് ഞാൻ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ വീണ്ടും കാളയും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇത് കാഴ്ചകളൊക്കെ കണ്ട് ഞാനും അമ്മയും അങ്കുട്ടിനും കൂടെ അവിടെ നിൽക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ പോയി അങ്കുവിന് ടോയ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ഓട്ടോ, ബസ്, ബലൂൺ ഇതൊക്കെ വാങ്ങി. കടല സുഡാല്, പാനിപ്പൂരി ഇതൊക്കെയാണ് ഉത്സവത്തിൻ്റെ മെയിൻ സംഭവങ്ങൾ. ഇതിനു വേണ്ടി മാത്രമാണ് സത്യം ഞാൻ പോകുന്നത് ഉത്സവത്തിനെല്ലാം. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് സൈഡിൽ കാണുന്ന കാഴ്ചകളാണ് ഞാൻ വീണ്ടും ഒരു കാളെ കൊണ്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് അങ്കുവിന്റെ കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയായി സന്തോഷിച്ച് ഇപ്പൊ തിരിച്ചു വന്നേ ഉള്ളൂ. ഇനി നാളെയും ബാക്കി പരിപാടിയുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ കാണിക്കാം. അങ്കു എല്ലാവരും ബൈ പറ. ഹലോ,